മുരളി ഗോപി എന്നുള്ള നടന്റെ കൂടെ ഓപ്പോസിറ്റ് അതും ഏറ്റവും അധികം കോമ്പിനേഷൻ സീൻസ് അദ്ദേഹത്തോടെയാണ്. അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. മുരളിച്ചേട്ടൻ്റെ കൂടെ ഇപ്പൊ ഓരോ സീൻ ചെയ്യുമ്പോഴും അതിന് മുന്നേ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഇരുന്ന് ഡയലോഗ്സ് വായിക്കുക, അതൊന്നും ഞാൻ സെറ്റിലായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ ഒരു കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു. എനിക്ക് ആള് പേഴ്സണലി പരിചയമില്ല. പിന്നെ ഹി ഹാസ് എ ഡിഫറെന്റ് ഇമേജ് ഓൺ ഹിയർ. ഒരു മനുഷ്യനാണ് മുരളി ഗോപി എന്നുള്ളൊരു ഇമേജാണ് വന്നത്. അപ്പോൾ എല്ലാ സീനിന്റെ മുന്നിൽ പ്രോപ്പർ ഡിസ്കഷൻ ഹാപ്പനിങ്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ മോളെ വിളിക്ക് ശേഷമുള്ള ആ സീൻ അതിനെന്തായിരുന്നു പ്രത്യേകത? അതിനുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഒരുമിച്ചുള്ള സീൻസ് ഉണ്ടായിരുന്നു. ഇത് ഫോൺ കോൺവെർസേഷൻ ആയതുകൊണ്ട് അത് സാഗറായിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. വീണ്ടും ഈ ആളുകളിലേക്ക് നല്ല കാര്യങ്ങൾ പറയും, നന്മ തന്നെ ചേർന്ന് നിൽക്കുന്നതിന്റെ ഉദ്ദേശം കൂടി പറയുന്ന ഒരു സിനിമ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കഥാപാത്രം? വളരെ എനിക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. അതാണ്ടായിരുന്നു പറയുമ്പോൾ തന്നെ. പിന്നെ മുരളി സാറ് കൂടെ ഉണ്ടെന്നുള്ള പ്രത്യേകതയില്ല. അദ്ദേഹം ഓരോ സീനും അത്രയും തനിച്ചെത്തി ചെയ്യുന്ന ആളാണ്. നമ്മളെയും അതുപോലെ തന്നെ ആ ഒരു താളത്തിലേക്ക് കൊണ്ട് പുള്ളിക്ക് സഹായവും സപ്പോർട്ടും ആയി. പിന്നെ ആ ഒരു കോമ്പിനേഷൻ ആളുകൾ ചെയ്തിട്ടില്ലാത്തൊരു പ്രത്യേക കഥാപാത്രം. ഈ ഇത്രയും വലിയ ശരീരത്തിലുള്ള അച്ഛൻ ആക്റ്റീവ് ശ്രീ ഭരത് ഗോപി ആക്റ്റീവ് ആയിരുന്ന സമയത്തും ഏട്ടൻ സിനിമയില് സജീവമായിരുന്നു. അപ്പൊ അദ്ദേഹം അച്ഛന്റെ എത്രത്തോളം ട്രേറ്റ്സ് അല്ലെങ്കിൽ സാമ്യങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു? ചില ചലനങ്ങളും അതുപോലെയാണ്. ഭയങ്കര വളരെ ചെറുതായിട്ട് എത്ര സമയവും ഡയലോഗ് ഇല്ലാതെ എത്ര സമയവും സ്ക്രീനിൽ നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് അത് മുരളി സാർ. നമുക്ക് വളരെ നിശബ്ദമായിട്ടുള്ള ചില റിയാക്ഷനൊക്കെ എനിക്കും കിട്ടിയിട്ടുള്ളത് മുരളി സാറിൻ്റെ. അത്രത്തോളം മനസ്സിൽ നിഷ്കളങ്കതയുള്ള ഒരു നിമിഷങ്ങളായിരുന്നല്ലോ. അല്ല, സാറും കുറേ ഇത്ര ഞാനൊക്കെ അവരെ കുതിച്ചല്ലേ നമ്മളൊക്കെ സിനിമയിൽ വരുന്നത്. അപ്പോൾ ആ കാലം മുതൽ ചേർത്ത് നമ്മളൊക്കെ നിർത്തുന്നതും കാണുമ്പോൾ ചിരിക്കുകയോ വിശേഷം അന്വേഷിക്കുകയോ ചെയ്യുന്നത് എല്ലാവരും, എന്നെ മാത്രമല്ല, അത് പരക്കെ അദ്ദേഹമായിട്ട് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ അവസരം കിട്ടാറില്ല. ഇതുപോലുള്ള മീറ്റിങ്ങിന് സമയത്ത് ഒരുമിച്ച് കാണുമ്പോൾ സംസാരിക്കാൻ ഒരുപാടുണ്ടാവും, പക്ഷെ സംസാരിക്കാൻ പറ്റുകയില്ല. പുറത്ത് നോക്കി നിൽക്കാനേ നേരം ഉണ്ടാവും. ഇന്ദ്രൻസേട്ടൻ എന്തോ ഇത്ര തവണത്തെ ജനറൽ ബോഡി മീറ്റിങ്ങിന്റെ ഒക്കെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, എന്തോ കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഇതെങ്ങനെയായിരുന്നു? നന്നായിട്ട് തന്നെ വരും. എല്ലാവരും പരിചയമുള്ളവരും അമ്മയുടെ പ്രവർത്തനമായിട്ട് ചേർന്ന് നിൽക്കുന്നവരുമാണ്. അവിടെ പിന്നെ ചെയ്യാനുള്ളത് നമുക്ക് നിലനിൽക്കുക, കൂടെയുള്ളവരെ ചേർത്ത് വെക്കുകയാണ്. അതിന് മനസ്സുള്ളവരായിരുന്നു.